ലോക പോലീസിന്റെ കയ്യിലെ നീതിയുടെ തുലാസ് എപ്പോഴും ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? നീതിയുടെ പേരിൽ ലോകം ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അമേരിക്ക. പക്ഷേ ആ നീതിയുടെ തുലാസ് എപ്പോഴും ഒരു വശത്തേക്ക് മാത്രമായി നിൽക്കുന്നു. ഒരു രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റിനെ 400 ടൺ കൊക്കൈൻ കടത്തിയതിന് ശിക്ഷിച്ച ശേഷം അമേരിക്ക മാപ്പ് നൽകി വെറുതെ വിടുന്നു. അതേസമയം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ സമാനമായ മയക്കുമരുന്ന് കേസുകൾ ആരോപിച്ച് തട്ടിക്കൊണ്ടുപോയി ജയിലിൽ അടക്കുന്നു. ഇത് നീതിയാണോ അതോ വെറും രാഷ്ട്രീയ നാടകമോ? ലോകത്തെ ഞെട്ടിച്ച ഈ ഇരട്ടത്താപ്പിന്റെ പിന്നിലെ കളി എന്താണ്? തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർക്ക് മാപ്പും തങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് ഇരുട്ടറിയും. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ ജനാധിപത്യം. ആരാണ് ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ്? അമേരിക്ക എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? 2014 മുതൽ 22 വരെ ഹെർണാണ്ടസിന്റെ പ്രസിഡന്റായിരുന്നു ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇദ്ദേഹം. അമേരിക്കയുടെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങളിൽ താൻ പങ്കാളിയാണെന്ന് ലോകത്തിനു മുന്നിൽ ഹെർണാണ്ടസ് അവകാശപ്പെട്ടു. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്നത് മറ്റൊന്നായിരുന്നു. സ്വന്തം രാജ്യത്തെ ഒരു നർക്കോ സ്റ്റേറ്റ് അഥവാ മയക്കുമരുന്ന് രാജ്യമാക്കി അദ്ദേഹം മാറ്റിയെന്നത് അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ തന്നെ പിന്നീട് കണ്ടെത്തി. 400 ടൺ കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്താൻ അദ്ദേഹം കൂട്ടുനിന്നു. 2024 അമേരിക്കൻ കോടതി ഇദ്ദേഹത്തിന് 45 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിന് കഴിഞ്ഞ മാസം ലോകം സാക്ഷ്യം വഹിച്ചു. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയായ ഹെർണാണ്ടസിന് ഡൊണാൾഡ് ട്രംപ് മാപ്പ് നൽകി. വെറും ഒരു മാസത്തെ ജയിൽവാസം മാത്രം. ബൈഡൻ ഭരണകൂടം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഹെർണാണ്ടസിനെ വേട്ടയാടുകയായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാദം. സ്വന്തം സഖ്യകക്ഷിയാകുമ്പോൾ 400 ടൺ മയക്കുമരുന്ന് കടത്തുന്നത് പോലും ഒരു തെറ്റല്ലാതാകുന്നു. എന്നാൽ ഇപ്പുറത്ത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി ട്രംപ് തടവിലാക്കുന്നു. ഹെർണാണ്ടസിന് മാപ്പ് നൽകി കൃത്യം ഒരു മാസത്തിന് ശേഷം അമേരിക്കൻ സൈന്യം മഡുറോയെ പിടികൂടി ന്യൂയോർക്കിലെ ഇരുട്ടടയിലടച്ചു. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് ഈ നടപടി. വെനസ്വേലയുടെ എണ്ണ സമ്പത്തും ആത്മാഭിമാനവും ലക്ഷ്യം വെച്ചുള്ള പച്ചയായ സാമ്രാജ്യത്വ ഗുണ്ടായിസം. ഒരു പരമാധികാര രാഷ്ട്രീയത്തിന്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം വന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സൈനികമായി ഒരു രാജ്യത്തെ കീഴടക്കുന്നതിന് പകരം അവിടുത്തെ ഭരണാധികാരിയെ കുറ്റവാളിയായി മുദ്രകുത്തി തടവിലാക്കുന്നതിലൂടെ വെനസ്വേലയിൽ ഒരു രാഷ്ട്രീയ ശൂന്യത സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഹോണ്ടോറാസിനെ ഒരു മയക്കുമരുന്ന് കേന്ദ്രമാക്കി മാറ്റിയെന്ന് അമേരിക്കൻ കോടതി തന്നെ കണ്ടെത്തിയ ഹെർണാണ്ടസ് ഇന്ന് സ്വതന്ത്രനാണ്. എന്നാൽ വെനസ്വേലയിൽ സോഷ്യലിസ്റ്റ് ഭരണം നടത്തുന്ന മഡുറോയ്ക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് എന്നത് അമേരിക്കക്ക് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാനുള്ള ഒരു ആയുധം മാത്രമാണെന്ന് പറയേണ്ടി വരും.